നമുക്കിന്ന് ഒരു ലോഡ് സാധനം വന്നിട്ടുണ്ട്. 13-ാം തീയതിയാണ് ഇപ്പം ലോഡ് കൊണ്ടുവന്ന് ഇറങ്ങുന്നത്. ഒരു ഫുൾ ലോഡ് സാധനം. അതിനകത്ത് എന്തൊക്കെയാണ് വന്നതെന്ന് അറിയാൻ വേണ്ടി എന്തായാലും നിങ്ങൾക്ക് താല്പര്യം കാണുമല്ലോ. അതിനെന്താണ്ട് നല്ല അടിപൊളി വെറൈറ്റി ഒരു ലോഡ് പ്ലാന്റ് തന്നെ. കലാത്തിയ ലൂട്ടിയ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കുരുമുളക്, നല്ല അടിപൊളി വെറൈറ്റി കുരുമുളക്. നല്ല തിരിയോട് കൂടിയിട്ടുള്ള കുരുമുളകിൻ്റെ തയ്യൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിന് കുരുമുളക് തന്നെ. ഒരു ഫുൾ ലോഡ് കലാത്തിയ ലൂട്ടിയും അതേപോലെ തന്നെ കുരുമുളക് വെറൈറ്റിയും. കലാത്തിയ ലൂട്ടി ഏതാണ്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ഇപ്പം ഫസ്റ്റ് കലാത്തിയ ലൂട്ടിയാണ്. അതാണ്ട് വണ്ടിക്കകത്ത് ഫുൾ ലോഡ് സാധനം കേട്ടോ. അതുകൊണ്ട് അറ്റം മുതൽ ഏറ്റവും വരെ ഫുള്ള് പ്ലാന്റ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അന്നേരം ഇപ്പം എന്തൊക്കെയാണ് വന്നതെന്ന് പറഞ്ഞാൽ കുറേ തെറ്റിച്ചെടികൾ ഓൾറെഡി നല്ല അടിപൊളി വെറൈറ്റി. ഭദ്രകാളി തെറ്റി, അതേപോലെ പിങ്ക് തെറ്റി, അതേപോലെ തന്നെ മഞ്ഞ തെറ്റി, അങ്ങനെയുള്ള വെറൈറ്റി തെറ്റിച്ചെടികൾ. അതേപോലെ തന്നെ നമ്മുടെ കലാത്തിയ ലൂട്ടിയ പ്ലാന്റ്, അതേപോലെ തന്നെ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ ഇവിടെ ഉണ്ട്. അതിന് എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്, മെയിനായിട്ടുള്ളതെന്നൊക്കെ കണ്ടാലോ. ഇന്ന് 13-ാം തീയതിയാണ്. 13-ാം തീയതിയാണ്. അതിനെന്താണ്ട് കുറേ ഓർക്കിഡ് പ്ലാന്റുകളും അതേപോലെ അഗ്ലോണിമ വെറൈറ്റികളും ഒക്കെ നമ്മളിവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ്ട് ക്രോട്ടൺ വെറൈറ്റി പ്ലാന്റ്. ഇതൊക്കെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഫ്ലവർ ഷോ ആൻഡ് ലൈറ്റ് ഷോ തിരുവനന്തപുരത്ത് കനകക്കുന്ന് കൊട്ടാരത്തിൽ വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പം കൊണ്ടുവന്ന് വെച്ചേക്കുന്നത് കേട്ടോ. അതേപോലെ നിങ്ങൾക്ക് ആരും ഇത് അധികം കണ്ടിട്ടില്ലാത്തൊരു പ്ലാന്റ് താണ്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. താണ്ടെ കുരുമുളകിൻ്റെ പ്ലാന്റ് മാത്രമല്ല, താണ്ടെ ജപ്പാൻകാരുടെ ഏറ്റവും കിടിലമായിട്ടൊരു പ്ലാന്റാണ് ജാപ്പനീസ് മാപ്പിൾ ട്രീ എന്ന് പറയുന്ന വെറൈറ്റി പ്ലാന്റ്. താണ്ടെ നമ്മുടെ നാട്ടിൽ എങ്ങനെ വരുമെന്ന് അറിയത്തില്ല, പക്ഷേ നമ്മളിവിടെ ഡിസ്പ്ലേക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. താണ്ടെ വളരെ റെയറായിട്ടുള്ള ജാപ്പനീസ് മാപ്പിൾ ട്രീ. കണ്ടിട്ടില്ലാത്തവർക്ക് കാണാനായിട്ട് താണ്ടെ കണ്ടാ. ഇത് കുമാർ നേഴ്സറിയാണ്. കുമാർ നേഴ്സറിയിൽ കൊണ്ടുവന്ന് വെച്ചേക്കുന്നതാണ്. ഫ്ലവർ ഷോയ്ക്ക് നമ്മൾ അടിപൊളി കുറേ സാധനങ്ങൾ നമ്മളിവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നാൽ തിരുവനന്തപുരം ഫ്ലവർ ഷോ നല്ല കിടിലം, അതായത് ആപ്പ ഫ്ലവർ ഷോ ഒന്നുമല്ല, നല്ല കിടിലം ഫ്ലവർ ഷോ. ഏകദേശം 1.5 ലക്ഷം സ്ക്വയർ ഫീറ്റിനകത്ത് ഫുള്ള് ഫ്ലവർ അറേഞ്ച്. അത് നാച്ചുറലി ഉള്ള ആംബിയൻസിൽ, അതായത് കെട്ടി മറച്ചൊന്നും ഉണ്ടാകുന്നതൊന്നുമല്ല, നാച്ചുറലി ഉള്ള സ്ഥലത്ത് നമ്മൾ വയ്ക്കാൻ വേണ്ടി കുറേ വെറൈറ്റി പ്ലാന്റുകൾ നമ്മൾ തന്നെ ഷോയ്ക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചേക്കുന്ന പ്ലാന്റ് കേട്ടോ. അതേപോലെ തന്നെ നമ്മളെ തിരുവനന്തപുരമാണ് കനകക്കുന്ന് കൊട്ടാരത്തിൽ അത്യാവശ്യം കിടിലം വലിയ ഒരു ഫ്ലവർ ഷോ ആണ് വരാൻ വേണ്ടി പോകുന്നത്. DTPC ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന പരിപാടിയാണ്. അതിന് നമുക്ക് അവിടെ കാണുന്ന കുറേ വെറൈറ്റി പ്ലാന്റുകൾ നമ്മൾ ഇവിടുന്ന് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. കൊല്ലത്തുനിന്ന് തിരുവനന്തപുരത്ത് ഫ്ലവർ ഷോയ്ക്ക് വേണ്ടി കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയോ, ഒരു രക്ഷയും കാണത്തില്ല. അതിനുള്ള അറേഞ്ച്മെൻറ്റ് എല്ലാം താണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറേ വെറൈറ്റി പ്ലാന്റുകൾ ഇവിടെ എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അലക്കേഷ്യ വെറൈറ്റി പ്ലാന്റുകളും പഴയ കാലത്ത് ഓർമ്മിപ്പിക്കുന്ന ആന്തൂറിയം വെറൈറ്റികളൊക്കെ ഇതുകൊണ്ട് എല്ലാം കളക്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതിന് ഇതെല്ലാം തിരുവനന്തപുരത്ത്, കൊല്ലത്തല്ല കേട്ടോ, തിരുവനന്തപുരത്ത് കനകക്കുന്ന് കൊട്ടാരത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഫ്ലവർ ഷോകളിലൊന്ന് നമ്മളിപ്പം തിരുവനന്തപുരത്ത് തുടങ്ങാൻ വേണ്ടി. ലൈറ്റ് ഷോ തന്നെ ഏകദേശം ഒരു 1.5 കോടി രൂപയ്ക്കകത്തുള്ള ചിലവിലാണ് ഈ ഒരു ഷോ കണ്ടക്ട് ചെയ്യുന്നതെന്നാണ് അറിയാൻ സാധിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കുവാനേ, കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും കിടിലം ഫ്ലവർ ഷോകളിലൊന്ന് അതാണ്ട് തിരുവനന്തപുരത്ത് കനകക്കുന്ന് കൊട്ടാരത്തിൽ നേരെ പോരുന്നാൽ മതി. അതെല്ലാം പ്ലാന്റുകൾ നമ്മൾ ഡിസ്പ്ലേക്ക് മത്സരത്തിന് വയ്ക്കാൻ വേണ്ടി കൊണ്ടുവന്ന് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന കേട്ടാ. ബാക്കിയുള്ള ഫ്ലവർ ഷോ കണക്കൊന്നും ആയിരിക്കത്തില്ല കേട്ടോ. നോക്കാം നമുക്ക് എന്തായാലും. ഓക്കെ. അതേപോലെ സെക്രട്ടേറിയറ്റിൻ്റെ പവലിയനും അതേപോലെ തന്നെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസും അതേപോലെ സൂവും ബൊട്ടാനിക്കൽ ഗാർഡനും അതേപോലെ തന്നെ എന്താ പറയുക, എല്ലാവരും കൂടെ ചേർന്നിട്ട് നടക്കുന്ന ഫ്ലവർ ഷോ ഒക്കെ വളരെ കുറവാണ് കേരളത്തിൽ. അതിൽ ഇവരെല്ലാം ഒന്നടങ്കം ഒരുമിച്ച് ഒരു സദസ്സിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട്. അതിന് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഇപ്പം കനകക്കുന്ന് കൊട്ടാരത്തിൽ പോകാൻ വേണ്ടി എല്ലാം തയ്യാറായിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കി അകത്തെല്ലാം പ്ലാന്റുകൾ, ഡിസ്പ്ലേക്കുള്ള പ്ലാന്റുകളൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലത്താണ്. കൊല്ലത്ത് 2-ാംകുറ്റി ശാരദ കല്യാണ മണ്ഡപത്തിനടുത്തുള്ള നേഴ്സറിയിലാണ് നിൽക്കുന്നത്. അതിന് ഡിസ്പ്ലേ പ്ലാന്റുകളെല്ലാം ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. വളരെ റെയറായിട്ടുള്ള ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ നമ്മൾ അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് കേട്ടോ. കൊല്ലത്തല്ല, തിരുവനന്തപുരത്ത് കനകക്കുന്ന് കൊട്ടാരത്തിൽ 1.5 ലക്ഷം സ്ക്വയർ ഫീറ്റിനകത്ത് ഫുള്ള് കൊട്ടാരം മൊത്തം ലൈറ്റും ചെടികളും പൂക്കളും കട്ട് ഫ്ലവറും അതേപോലെ തന്നെ ഒരുപാട് പ്രൈസ് മണിയും ഒക്കെ ആയിട്ട് കനകക്കുന്ന് കൊട്ടാരത്തിൽ ഫ്ലവർ ഷോ വരുന്നുണ്ട്. സമയം പോലെ നേരെ നേരത്തെ എത്തിയേക്കണം. ഓക്കെ, നമുക്ക് അവിടെ വെച്ച് കാണാം. അന്നേരം ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ കൂടി മാത്രം.